മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയത്തുൽ കുർസി ഓതുന്ന വീട്ടിന്റെ അരികിലൂടെ പോകുന്ന മലക്കുകൾ ആ വീട്ടിൽ സന്തോഷത്തോടെ പ്രവേശിക്കാതിരിക്കുകയില്ല. ഒരു വീട്ടിൽ ആയത്തുൽ കുർസി ഓതുന്നുണ്ടെങ്കിൽ അതുവഴി കടന്നു പോകും അല്ലാഹുവിന്റെ മലക്കുകൾ. ആ മലക്കുകൾ ആ വീട്ടിൽ കയറി സന്തോഷത്തോടെ കയറി വരാതിരിക്കുകയില്ല. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. രാത്രിയിലൊക്കെ ഒന്ന് ഒറ്റക്കിരുന്നൊന്ന് ചെയ്തു നോക്ക്, അല്ലെങ്കിൽ ഈ ഏകാന്തതയിലൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എല്ലാവർക്കും. അല്ലാഹു തആല തൗഫീഖ് വിചാരിച്ചാൽ ഉണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന വീട്ടിനരികിലൂടെ കടന്നു പോകുന്ന ആ മലക്കുകൾ ആ വീട്ടിൽ സുജൂദ് ചെയ്യാതിരിക്കുകയില്ല. ആയത്തുൽ കുർസി ഓതുന്ന വീട്ടിനരികിലൂടെ കടന്നു പോകുന്ന മലക്കുകൾ ആ വീട്ടിൽ സന്തോഷവും അഭിമാനവും നേട്ടവും കൊണ്ട് കടന്നു വരാതിരിക്കുകയില്ല. ഇഖ്ലാസ് സൂറത്ത് ആവർത്തിച്ചോതുന്ന വീടിലൂടെ പരിസരത്തൂടെ കടന്നു പോകുന്ന മലക്കുകൾ ആ വീട്ടിൽ വന്ന് സുജൂദ് ചെയ്യാതിരിക്കുകയില്ല. ബഹുമാനപ്പെട്ട അശർ സൂറത്തിന്റെ ലൗ അൻസൽന ഓടുന്ന ആ ഒരു വീടുണ്ടല്ലോ, ലൗ അൻസൽന പതിവായി ഓടുന്ന ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ ബഹുമാനപ്പെട്ട മലക്കുകൾ മുട്ടുകുത്തി നിൽക്കാതിരിക്കുകയില്ല. ആ വീട്ടിൽ വന്ന് മലക്കുകൾ മുട്ടുകുത്തും. അങ്ങനെ ഉണ്ടാവാതിരിക്കൂല. ആര് പറഞ്ഞു? മഹാനായ സയ്യിദ്നാ സൽമാനുൽ ഫാരിസി മുത്തുനബി പഠിപ്പിച്ചു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ലോകത്തിന് നൽകിയ വിജ്ഞാനമാണിത്. ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ചിന്തിക്കുക. വേറെ ഒരു വിധം തൻ്റെ മുതൽ സംരക്ഷിക്കാനുള്ള വേറൊരു വിധം ഒരു കച്ചവടക്കാരൻ്റെ ഒരു സംഭവം താരീഖിൻ്റെ കിതാബുകൾ പറയുന്നുണ്ട്. അതിൻ്റെ ഫളായിൽ പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്. ഒരു കച്ചവടക്കാരൻ പട്ടണത്തിൽ നിന്ന് തൻ്റെ കച്ചവട സാധനങ്ങളും ധാരാളം പണവും എല്ലാം കൊണ്ട് തൻ്റെ ചരക്ക് വിറ്റ് കുറേ ചരക്ക് വാങ്ങി പണവും വലിയ സമ്പത്തും കൊണ്ട് ആ മനുഷ്യൻ തൻ്റെ കച്ചവടക്കാരൻ എന്ത് ചെയ്തു? തൻ്റെ വേലക്കാരനെയും കൊണ്ട് അദ്ദേഹം തിരിച്ച് യാത്ര വരികയാണ്. ഇത് മനസ്സിലാക്കിയ കൊള്ളക്കാർ എന്ത് ചെയ്തു? ഈ മനുഷ്യനെ പിന്തുടർന്നു. രാത്രിയായപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ മനുഷ്യൻ സദാ നേരവും ആയത്തുൽ കുർസി ഓതിക്കൊണ്ടേ വന്നു. സദാസമയവും ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് ഇങ്ങനെ പോന്നു. അവർക്ക് കയറാൻ കഴിഞ്ഞില്ല. ഇവർക്ക് എന്തോ അയാൾ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല. രാത്രി ഉറങ്ങുമ്പോൾ അടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉറങ്ങുമ്പോൾ അയാൾ എന്ത് ചെയ്തു? ഉറങ്ങിയ പിന്നെ ചെല്ലാൻ കഴിയില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാൾ 7 വീതം ആയത്തുൽ കുർസി ഓതിയിട്ട് 6 ഭാഗങ്ങളിലേക്കും നോക്കി തോതി. ആകാശം മുകളിലേക്ക് നോക്കിയിട്ട് 7 ആയത്തുൽ കുർസി ഓതി. താഴ്ഭാഗത്തേക്ക് നോക്കിയിട്ട് 7 ആയത്തുൽ കുർസി ഓതി. വലഭാഗത്ത് ഇടഭാഗത്തേക്ക് മുൻഭാഗത്തേക്ക് പിൻഭാഗത്തേക്ക് അയാൾ എന്ന 6 ഭാഗം. ഒരു മനുഷ്യന്റെ വസ്തുവിന് 6 ഭാഗമാണല്ലോ ഉള്ളത്. ഈ 6 ഭാഗത്തേക്കും 7 വീതം ആയത്തുൽ കുർസി ഓതി. മുകൾ ഭാഗത്തേക്ക് ആയത്തുൽ കുർസി 7, താഴ്ഭാഗത്തേക്ക് 7, വലഭാഗത്തേക്ക് 7, ഇടഭാഗത്തേക്ക് 7, മുന്നിലേക്ക് പിന്നിലേക്ക് ഇങ്ങനെ 7 ആയത്തുൽ കുർസി ഓതി. പിന്നെ അയാൾ കിടന്നു. വൃത്തിനോട് കിടക്കാൻ പറഞ്ഞു. അയാൾ കിടന്നു. പിന്നെ അയാൾ അതങ്ങനെ ഓതിക്കൊണ്ട് ഉറങ്ങി. അയാൾ സുബഹിയോട് അടുത്തെണീറ്റു. അയാൾ അമലുകൾ ചെയ്തു. നേരെ പോലത്തെ കൊള്ളക്കാരുടെ ശബ്ദങ്ങൾ അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഒരാൾക്കും അടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അയാൾ ഗ്രാമത്തിലെത്തിയില്ല. പിറ്റേ ദിവസം അയാൾ ആയത്തുൽ കുർസി പതിവാക്കി. രാത്രിയായപ്പോഴോ വീണ്ടും പ്രകാരം ചെയ്തു. കൊള്ളക്കാർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. പിറ്റേ പകരം അയാൾ ആയത്തുൽ കുർസി അതായുമാക്കി. രാത്രിയായപ്പോൾ വീണ്ടും പ്രകാരം ചെയ്തു. അവസാനം 3ാമത്തെ രാത്രിയും കഴിഞ്ഞപ്പോൾ കൊള്ളക്കാർക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു രഹസ്യം കിടക്കുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ എന്തോ ഒരു സംഗതി ഉണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് കൊള്ളയല്ല വേണ്ടത്, ഈ സംഗതി അയാളുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കണം. അങ്ങനെ കൊള്ളക്കാരുടെ നേതാവ് പശ്ചാത്തലിച്ചുകൊണ്ട് ഇയാളുടെ മുന്നിൽ വന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കൊള്ള ചെയ്യാൻ വേണ്ടി വന്നതാണ്, പക്ഷേ ഇപ്പം ഞങ്ങൾ കൊള്ള ചെയ്യാൻ ഉദ്ദേശമില്ല. നിങ്ങളുടെ കയ്യിൽ രഹസ്യമുണ്ട്, അതെന്തെന്ന് പറഞ്ഞു തരൂ. ഞങ്ങൾ പലവട്ടവും ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ ആയത്തുൽ കുർസി ദായിമാക്കുന്ന ആളാണ്. ഉറങ്ങാൻ കിടക്കുമ്പോഴോ ഞാൻ 7 ആയത്തുൽ കുർസി എഴുതിയത് 6 ഭാഗങ്ങളിലേക്ക് ഓടാറുണ്ട്. ആയത്തുൽ കുർസി ഇങ്ങനെ ഓടും. അല്ലാ ആ ഭാഗം കാക്കണം, ഈ ഭാഗം കാക്കണം എന്ന 6 ഭാഗത്തേക്കും നോക്കിയിട്ട് ആയത്തുൽ കുർസി ഓടും. പിന്നെ ഉറങ്ങും. വേറൊന്നുമില്ല. ആയത്തുൽ കുർസിയുടെ ഹിഫ്ളല്ലാതെ എനിക്കൊന്നുമില്ല. കൊള്ളക്കാരുടെ നേതാവ് അയാളുടെ മുന്നിൽ പശ്ചാത്തപിച്ചു. കൊള്ളക്കാർക്ക് കാര്യം മനസ്സിലായി. ഇയാളെ മേൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. ഇയാൾ അത്ര വലിയ സ്ഥാനത്താണ്, ഇയാളെ മേൽ പ്രവേശിക്കാൻ കഴിയൂല. ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന് കൊടുത്ത ചില കാര്യങ്ങൾ കൂടി പറയാം, ശ്രദ്ധിക്കൂ. لما أنزلت على النبي المصطفى صلى الله عليه وسلم نزل معها 70,000 ملك إجلالا لها وعظاما لقدرها.
70,000 മലക്കുകളെയും കൊണ്ടാണ് ഈ ആയത്ത് ഹബീബായ നബിക്ക് ഇറങ്ങിയത്. 70,000 മലക്കുകൾ ഉണ്ടായിരുന്നു കൂടെ. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നഹാ അൽ-ആയത്തുൽ മുൻജിയ, അത് മനുഷ്യനെ രക്ഷപ്പെടുത്തി തരുന്ന ആയത്തായതുകൊണ്ടാണ്. വലായത്തുൽ മാനിയ, എല്ലാ ശത്രുക്കളെയും തടയാൻ കഴിയുന്ന ആയത്തായതുകൊണ്ടാണ്. വലായത്തുൻ നാഫിയ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആയത്തായതുകൊണ്ടാണ്. ആയത്തുൽ വാഖിയ, ജനങ്ങളെ സംരക്ഷിക്കുന്ന ആയത്തായതുകൊണ്ടാണ്. എല്ലാ അദാബുൽ ദുനിയ വ അദാബുൽ ആഖിറ, ദുനിയാവിലെ ആദാബിനെയും സംരക്ഷിക്കാൻ കഴിയും, ആഖിറത്തിലെ ആദാബിനെ സംരക്ഷിക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് 70,000 മലക്കുകൾ അതിനെ അടങ്ങംപടി സേവിച്ചു കൊണ്ടുവന്നു. എന്ന് ആയത്തുൽ കുർസിയുടെ അദദ്, ആയത്തുൽ കുർസി വഇൻഹാ തുഅദ് ബ170 ഹർഫാ വ50 കലിമ. അങ്ങനെ ഒരാൾ മനുഷ്യൻ ഒരു അധികാരി എന്നൊരാൾക്ക് കാര്യം നേടണം. അനാവശ്യ കാര്യങ്ങളല്ല, അയാൾക്ക് അർഹതപ്പെട്ട കാര്യമാണ്. പക്ഷെ അധികാരികൾ പലപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. അയാൾക്ക് അർഹതപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. അയാള് ഒരിക്കലും കരിഞ്ചന്ത നടത്തിയിട്ടില്ല. ഒരു അർഹതപ്പെട്ട ഒരു അവകാശം അയാൾക്ക് ഭരണാധികാരിന്ന് കിട്ടണം, ഒരു അധികാരിന്ന് കിട്ടണം. പക്ഷെ ചില അധികാരികൾ എന്തുണ്ടാവുന്നറിയോ, പാറക്കല്ല് പോലെ ആയിരിക്കും, മനുഷ്യന്റെ മേൽ കനിയൂല. അപ്പോൾ അവിടെ എന്ത് ചെയ്യാ? 170 വട്ടം ആയത്തുൽ കുർസി ഓതി എന്നിട്ട് ആ അധികാരിയെ സമീപിച്ചാൽ ആയത്തുൽ കുർസിയുടെ ബർക്കത്ത് അള്ളാഹുവോട് ദുആ ചെയ്യാൻ 170 വട്ടം ആയത്തുൽ കുർസി ഓതുക. എന്നിട്ടൊരു അധികാരിയെ സമീപിക്കുക. അള്ളാഹ് എന്നോട് പറയും ചെയ്യാം, അള്ളാഹ് ഈ ആയത്തുൽ കുർസിയുടെ ഫضل കൊണ്ട് കാര്യം നടന്നു കിട്ടണേ. കാര്യം നടന്നു കിട്ടിയിരിക്കും. ചരിത്രത്തിൽ അനവധി ആളുകൾക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. നമുക്ക് അർഹതപ്പെട്ട കാര്യം പക്ഷെ ലെവലായി കിട്ടുന്നില്ല. നമുക്ക് അർഹതപ്പെട്ട കാര്യം ലെവലായി കിട്ടുന്നില്ല. ഇനി ഒരു ദിവസം മാത്രം പരീക്ഷണത്തിന് ചെയ്യണ്ട, അന്ന് നടന്നില്ലേ പിന്നെ ചെയ്യേ. വഴി അള്ളാഹ് തുറന്നു തരും, അത് അള്ളാഹ് നടത്തി തരും. അതിന് അള്ളാഹ് അവിടെ ആളെ ഇറക്കും. നീ പേടിക്കണ്ട, എങ്ങനെ ആലോചിക്കണ്ട. ഈ അക്രമിയായ മനുഷ്യനിൽ നിന്ന് എന്റെ അവകാശം എങ്ങനെ കിട്ടും, നീ പേടിക്കണ്ട, അത് നടന്നു കിട്ടും. അത് നിരാശനാകരുത്. ഇത് വേണം പറയാ, ചില ആളുകൾക്കൊന്നും ചെയ്തു നോക്കാം, അങ്ങനെ ഉണ്ടാവരുത്. നല്ല ഉറപ്പുള്ള മനസ്സോടുകൂടെ ഒന്നല്ലേ, നാളെ എനിക്കെന്തോ കമ്മി വന്നിട്ടുണ്ട്, നാളെയും 3 വട്ടം ചെയ്തു നോക്ക്, പരിഹാരമുണ്ടാവും. ചെയ്തു നോക്ക്, ഒരു 3 തവണയെങ്കിലും ചെയ്തു നോക്ക്, പരിഹാരമുണ്ടാവും. ചിലപ്പോൾ 1-ാം തവണ തന്നെ പരിഹാരം ഉണ്ടാവും, ചിലപ്പോൾ 3 വട്ടം എങ്ങനെ ചെയ്തു നോക്ക്, പരിഹാരമുണ്ടാവും. 170 വട്ടം ആയത്തുൽ കുർസി എന്ന് ഒരു ഭയാനകമായ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യൻ, അങ്ങനെ അയാൾ എന്തോതി? അയാൾ ആയത്തുൽ കുർസി ഓതി 170 വട്ടം ഫി ജൗഫിൽ ലൈലി, രാത്രിയുടെ ഉള്ളിലിരുന്ന് ഓതി. പാതിരാത്രി കഴിഞ്ഞിട്ട് ഇരുന്ന് 170 വട്ടം ആയത്തുൽ കുർസി ഓതി. 170 വട്ടം ആയത്തുൽ കുർസി ഓതാന് ഒരു മണിക്കൂറും ചില്ലറി വേണ്ടി വരും. 170 വട്ടം ആയത്തുൽ കുർസി ഓതാൻ 1 മണിക്കൂറും ചില്ലറി വേണ്ടി വരും. അത്രയേ ഉള്ളൂ, അത്രയും വരും. 170 വട്ടം ആയത്തുൽ കുർസി ഓതി, രാത്രിയുടെ ഉള്ളിരുന്ന് പാതിരാത്രി കഴിഞ്ഞിട്ട് ഇരുന്നാണ്ട് എണീറ്റിട്ടാണ്ട് ഓടി. അയാളൊരു പ്രയാസത്തിലായിരുന്നു, ആ പ്രയാസം പരിഹരിക്കാൻ വേണ്ടി അങ്ങനെ ഓടിയാൽ അലാ ഉളൂഇൻ ഇസ്തിഖ്ബാലി ഖിബ്ലത്തിൻ, അലാ ഉളൂഇൻ ഉളൂഓടുകൂടി വസ്തിഖ്ബാലി ഖിബ്ലത്തിൻ, ഖിബ്ലയിലേക്ക് മുന്നിട്ട് ഇരുന്നിട്ട് അച്ചടക്കത്തോടു കൂടെ അയാൾ ഇരുന്നിട്ട് അങ്ങോട്ട് ഓടി. ചിന്തിക്ക്, ഇതങ്ങോട്ട് ഓടിയാൽ, അതോടിയാൽ അൽഹംദുലില്ലാഹ് വജദ ഫീ ഖൽബിഹി ഹാലതൻ ലം യഅഹദഹാ വഖുശൂഅൻ ഫൽയദ്ഇല്ലാഹ യസ്തജാബു ഖൈറുദ് ദുനിയാ വൽ ആഖിറ. ഏത് പ്രശ്നം പരിഹരിക്കും, ഏത് ദുനിയാവിന്റെ ഖൈറും ആഖിറത്തിന്റെ ഖൈറും. പാതിരാത്രി എഴുന്നിട്ട് 170 വട്ടം ആയത്തുൽ കുർസി ഓതുക. എന്നിട്ട് നിനക്ക് ദുനിയാവാണോ പ്രശ്നം ചോദിച്ചോ, ആഖിറാണോ പ്രശ്നം ചോദിച്ചോ, പരിഹാരം ഉണ്ടാവും. ആഖിറം ഇങ്ങനെ ചോദിക്കല്, ആഖിറത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാവാൻ? പരിഹാരം ഉണ്ടാവും. നിന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കും. പഠിച്ചവനെ എൻ്റെ തൗബ അല്ലാഹ് സ്വീകരിച്ച ഉറപ്പില്ല. അപ്പൊ രാത്രി ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ? ഞാൻ കുറ്റവാളിയാണ്, അനവധി കുറ്റം ചെയ്തിട്ടുണ്ട്, ഇനി നന്നാവണമെന്ന് കൊതിയുണ്ട്. ഇതാണ് ചെയ്തു നോക്ക്, നന്നായിരിക്കും. നന്നാവണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ പ്രശ്നം എന്താ, വഴി അറിയില്ല. പല ആളുകൾക്കും നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, നന്നാവാനുണ്ട്. അള്ളാഹിനോട് പറയല്, അള്ളാഹ് ഇനി ഞാൻ നന്നാവണം, ദുഷിച്ച കൂട്ടുകെട്ട് ഒഴിവാക്കണം. അവരെ ഒഴിവാക്കാൻ കഴിയില്ല, അവരൊക്കെ ഒഴിഞ്ഞു പോകും. ഒരു പേടിയും പേടിക്കണ്ട. കുറച്ച് ദിവസം രാത്രി ഇരുന്നിട്ട് ആയത്തുൽ കുർസി 170 വട്ടം ഓട്.
അള്ളാഹുവിന്റെ ദുഷിച്ച കൂട്ടത്തെ ഒഴിവാക്കണം. ഒന്നിരിക്കൽ അവർ നന്നാവുക, അല്ലെങ്കിൽ അവർ എന്നിൽ നിന്ന് ഒഴിവായി പോവുക. എനിക്ക് നന്നാവണം. അള്ളാഹുവിന്റെ ദോഷങ്ങളൊക്കെ തീരണം. എൻ്റെ കടങ്ങൾ വീഴണം, ഞാൻ കൊടുക്കാനുള്ളത് കൊടുക്കണം, എൻ്റെ പ്രശ്നം പരിഹരിക്കണം. അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് 170 ആയത്തുൽ കുർസി ദിവസം ചെയ്തു നോക്ക്, പരിഹാരം ഉണ്ടാവും. അള്ളാഹു പരിഹരിച്ചു തരും, പേടിക്കേണ്ട, അള്ളാഹ് പരിഹരിച്ചു തരും. ഇതൊക്കെ മുജറബ് അമലാണ്. ആയിരക്കണക്കായ വർഷങ്ങളായി ലക്ഷക്കണക്കായ കോടിക്കണക്കായ മനുഷ്യർ ജീവിച്ച വഴിയാണിത്. എങ്ങനെ വഴി അള്ളാഹ് തുറന്നു തരും. മനുഷ്യ, നീ എന്തിനാ പേടിക്കണത്? നമ്മൾക്ക് വഴി അറിയണം. നമ്മൾ അള്ളാഹുവിന് എഞ്ചിനീയർ ആവുന്ന എന്തിനാ? ഞാനും നീയോ അള്ളാഹ്ക്ക് എഞ്ചിനീയർ ആവണ്ടേയില്ല. നമ്മുടെ അതൊന്ന് ചെയ്തു നോക്കിയാൽ മതി. പരിഹാരം അള്ളാഹു ഉണ്ടാക്കി തരും. അള്ളാഹു ഉണ്ടാക്കി തരും. എങ്ങനെ അറിയൂല. എനിക്ക് അറിയുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ തമിഴ്നാട്ടിൽ പോയി കുടുങ്ങി. അങ്ങനെ തമിഴ്നാട്ടിൽ പോയി കുടുങ്ങിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തു. അള്ളാഹ് എന്താ ചെയ്യുന്നത്? എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ചില്ലറ പൈസ കയ്യിലുണ്ട്, നാട്ടിലെത്തിയാലും വിഷമാണ്, പോകാനും വിഷമാണ്. അങ്ങനെ ബസ്സിലിരുന്നു. ബസ്സിലിങ്ങനെ ഇരിക്കുന്ന നേരത്തെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ നോക്കി വന്നിട്ട് 5000 രൂപ കയ്യിൽ വെച്ച് കൊടുത്തു. ഏതോ നാട്ടുകാരൻ. എന്താണ്? എനിക്കിന്നൊരു സ്വപ്ന ദർശനം ഉണ്ടായി. ഞാനെൻ്റെ ബസ്സിൽ ഒരാൾ വരും, നിങ്ങളെ മുഖം കാണിച്ചു തന്നു, നിങ്ങൾക്ക് പൈസ തരാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ടായ അനുഭവം. ഈ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു ബസ്സിൽ വെച്ച് അയാൾക്ക് പൈസ കിട്ടി. ഇതാ ഒരു മനുഷ്യൻ. അയാൾക്ക് ഈ പൈസ കിട്ടിയപ്പോൾ പേടിയായി. ഒരു കള്ളനോട്ടമാണ്. അപ്പോൾ അയാൾ എടുത്തു വെച്ച നോട്ട് അവിടെ അയാളെ കയ്യിലുള്ള പൈസ മാറ്റി വെച്ചിട്ട് ഈ നല്ല 500-ൻ്റെ നല്ല പുതുപുത്തൻ നോട്ടുകൾ, പഴയ കാലത്തെ സംഭവമാണ്. 500-ൻ്റെ നല്ല പുതുപുത്തൻ മഞ്ഞ നോട്ട് 10 എണ്ണം കൊണ്ട് കൊടുത്തു. അപ്പോൾ അയാൾക്കതിൽ പേടി, കള്ളനോട്ടാണോ റബ്ബേ. അയാൾ വേഗം എന്ത് ചെയ്ത് അത് വേഗം എടുത്ത് കണ്ടക്ടർ കൊടുത്തു. കണ്ടക്ടർ തിരിച്ചു മറിച്ച് നോക്കി, പൈസ എടുത്ത് ബാക്കി കൊടുത്തു. പിന്നെ അയാൾക്ക് പേടിയായി, പഠിച്ചവനെ എന്ന്. അവസാനം അയാൾ ബാങ്കിൽ വരെ പോയി. ഒരു പ്രശ്നമില്ല, നല്ല നോട്ട്, ഒരു കുഴപ്പമില്ല. അയാളും കള്ളനൊന്നുമല്ല. അയാൾക്ക് തലേരാത്രി സ്വപ്ന ദർശനം ഉണ്ടായതാണ്. അയാൾ അന്ന് കണ്ടതുമാണ്, പിന്നെ കണ്ടിട്ടുമില്ല. അയാൾ ഏത് നാട്ടുകാരനെ അറിയില്ല. ഇതാ നിങ്ങൾക്ക് പൈസ പിടിച്ചോളൂ, നിങ്ങൾക്ക് ഇന്നലെ 5000 രൂപ ആണ്. ഇതാരാ അതിൻ്റെ പിന്നിൽ? എല്ലാവർക്കും ബസ്സിന് കൊണ്ടുവന്നൊരു നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, ആരും നാളെ മുതൽ ബസ്സിൽ പിന്നെ കയറി ആയത്തുൽ കുർസി ഓതിയിട്ട് ബസ് പോയി കയറണം നല്ല പറഞ്ഞത് മഴന. അത് പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്. എന്നാലും ഇതൊരു അവിചാരിതമായ സംഭവമാണല്ലോ. എന്നതുപോലെ നമ്മളത് ചെയ്തു നോക്ക്, പരിഹാരം ഉണ്ടാവും. എവിടെ? അതെനിക്കറിയില്ല, പരിഹാരം ഉണ്ടാവും. 170 വട്ടം ആയത്തുൽ കുർസി ഒരു ഭയാനകമായ പ്രശ്നമാണ്. എല്ലാ ദിവസവും അള്ളാഹിനോട് പറയാ, പ്രശ്നം പരിഹരിക്കും എന്ന്. വുളുവോടുകൂടെ ഓതുക, ഖിബിലക്ക് മുന്നിട്ടിരുന്ന് ഓതുക, എങ്കിൽ പരിഹാരം ഉണ്ടാവും.